ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന്റെ തൽസ്ഥിതി സംബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ റിപ്പോർട്ട് തേടി. 1ാം ഘട്ട പ്രവൃത്തി ഉടൻ ടെൻഡർ ചെയ്യുമെന്ന് സൂചന. PK ബഷീർ 21-നാണ് മരാമത്ത് മന്ത്രിയായി ചുമതലയേറ്റത്. അദ്ദേഹം നടത്തിയ ആദ്യ ഇടപെടലുകളിലൊന്നാണ് നിലമ്പൂർ ബൈപ്പാസ് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. ചീഫ് എഞ്ചിനീയർ മുഖേന നിലമ്പൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്നലെ രാവിലെ റിപ്പോർട്ട് സമർപ്പിച്ചു. നിലമ്പൂർ ചോതിപ്പടി മുതൽ വെളിയത്തോട് വരെ 6.1 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 2016-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങി. ചക്കാലക്കത്ത് വരെ ഭാഗിക നിർമ്മാണം നടത്തി. 2.4 കിലോമീറ്റർ ദൂരം ഭൂമി ഏറ്റെടുത്ത് മരാമത്ത് വകുപ്പിന് കൈമാറിയിരുന്നു. 1ാം പിണറായി സർക്കാർ അധികാരമേറ്റതോടെ നിർത്തിവെച്ചു. ഭൂമി വിട്ടുകൊടുത്തവർ നഷ്ടപരിഹാരം കിട്ടാതെ കഷ്ടത്തിലായി. സമരങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ച് MLA ആയതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചു. ഭൂമി വിട്ടുകൊടുത്തവർക്ക് പണം നൽകി. എന്നാൽ മരാമത്ത് വകുപ്പിന് കൈമാറിയില്ല. ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്ത 2.4 കിലോമീറ്റർ ദൂരം പണി ഉടൻ തുടങ്ങാനാകുമെന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട്. 35 കോടി രൂപയുടെ സാങ്കേതികാനുമതി ലഭിച്ചു. ടെൻഡർ നടത്തി പണി തുടങ്ങിയാൽ മതി. വെളിയന്തോട് വരെ തുടർന്നുള്ള ഭാഗം മരാമത്ത് വകുപ്പിന് ഭൂമി കൈമാറിയാൽ ഉടൻ തുടർ നടപടി ഉണ്ടാകും. ഒരാഴ്ച മുൻപ് ആര്യാടൻ ഷൌക്കത്ത് MLA ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ബൈപ്പാസിൽ 110 kV ലൈനിന്റെ ടവറുകൾ മാറ്റിസ്ഥാപിക്കുന്നത് ടെൻഡർ KCB അംഗീകരിച്ചു. പ്രവൃത്തി ഉടൻ തുടങ്ങും. എന്നാൽ പട്ടരാക്ക കുട്ടായി വൈദ്യർ റോഡ് മുതൽ ടവറുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി അറിയുന്നു. ചില ടവറുകളുടെ സ്ഥാനം നിർണയിച്ചത് ബൈപ്പാസിലാണെന്ന് അറിയുന്നു. മരാമത്ത് KCB ഉദ്യോഗസ്ഥർ ഏകോപനമില്ലാതെ സർവേ നടത്തിയതാണ് പിഴവിന് കാരണമെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.